മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. KDH വില്ലേജ് പരിധിയിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കന്നിമല എസ്റ്റേറ്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ മണി എന്ന സുരേഷ് കുമാറാണ് ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടത്. കന്നിമല ടോപ്പ് സ്റ്റേഷനിൽ വെച്ചാണ് മണി ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ കാട്ടാന ആക്രമിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് റോഡ് ഉപരോധിക്കും. മറ്റ് പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. யானை நின்றுச்சு. அங்கிருந்து வந்ததே சரின்னு துப்பிச்சங்கைக்கு அப்படியே அமிக்கிருச்சு. அந்த அண்ணன் அப்படியே கீழே விழுந்துருச்சு. டிரைவர் அண்ணன் 2 திண்டிக்காரவங்க அப்படியே வெளியே போயிட்டாங்க. எங்கள் வீட்டுக்காரர் கொஞ்ச நேரம் கழிச்சு அந்த கம்பி எல்லாம் சேர்ந்து அப்படியே அந்த கொம்போடு அமிக்கிருச்சு. நானும் என் பிள்ளை எல்லாரும் கத்தணும். തുടർച്ചയായി ഇത് മുടിവ് വരുന്ന വരയ്ക്ക് നമ്മൾ സമാജം എസ്റ്റേറ്റ് മേഖലകളിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലൂടെ ജീവഹാനികൾ സംഭവിക്കുന്നത് നിത്യസംഭവമാണ്. ഇത് നിത്യസംഭവമായതോടെ ഇതിനെതിരെ ശക്തമായ പരിപാടികൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. രാഹുൽ വിജയ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ, ഇന്നലെ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതിലാണ് ഒരാൾ കൊല്ലപ്പെട്ടതും. ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കവെയാണ് ആനയെ ആക്രമിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. ജനവാസ മേഖലയിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുമുണ്ടല്ലോ. ഇന്നിപ്പോൾ പ്രതിഷേധങ്ങളുണ്ട്, ഒപ്പം ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുള്ള പരിധിയിൽ വിവരങ്ങൾ. പ്രജിൻ, ഇന്നലെ രാത്രി 9:30 ഈ കാട്ടാന ആക്രമണത്തിൽ സുരേഷ് കുമാർ എന്ന മണി കൊല്ലപ്പെടുന്നത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി കന്നിമല എസ്റ്റേറ്റിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ ആക്രമിക്കുകയായിരുന്നു. ഓട്ടോ പൂർണ്ണമായും കുത്തിമറിച്ചിട്ടു. അതിനുശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന ഓട്ടോയിലുണ്ടായിരുന്ന മണിയെ പുറത്തേക്ക് വലിച്ച് തുമ്പിക്കൈ കൊണ്ട് ചുറ്റി നിലത്തടിച്ചു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. മാത്രമല്ല, ഈ ഓട്ടോയിൽ മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. ആ ഓട്ടോയിലുണ്ടായിരുന്ന എസക്കി രാജ, അതുപോലെ തന്നെ റെജീനയുടെയും എസക്കി രാജയുടെയും മകൾ പ്രിയ എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ മൂന്നാർ ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് മൂന്നാറിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മൂന്നാർ KDH വില്ലേജ് പരിധിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. LDFന്റെ നേതൃത്വത്തിലാണ് ഈ ഹർത്താൽ ഇവിടെ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കോൺഗ്രസും പല പ്രതിഷേധ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. എന്തായാലും റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നിവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 1 മാസത്തിനിടെ 2 പേർ ഈ മൂന്നാർ മേഖലയിൽ മാത്രം മരിച്ചിട്ടുണ്ട്. 2 മാസത്തിനിടെ ഇടുക്കിയിൽ ആകെ നോക്കിയാൽ 4 മരണമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രതിഷേധം കനക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇന്ന് മൂന്നാറിൽ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രതിഷേധം ഒരു വശത്ത് നടക്കും. മാത്രമല്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് എത്താൻ വൈകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരാതി ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധവും ശക്തമാകാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും കാണുന്നത്. മാത്രമല്ല, നിലവിൽ ഈ എസക്കി രാജയും റെജീനയും മകൾ പ്രിയയും ടാറ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഈ മണിയുടെ മൃതദേഹം ടാറ്റ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിനായി അത് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്യും. ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഭീകരത തോന്നുന്ന ഒന്ന് തന്നെയാണ്. കാരണം ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആന അത് കുത്തിമറിച്ചിട്ടിട്ട് അത് പൂർണ്ണമായും നശിപ്പിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ അപകടം ഉണ്ടായിരിക്കുന്നു. നാടിനെ വലിയ തരത്തിൽ കണ്ണീരിലാഴ്ത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്നലെ കന്നിമലയിൽ ഉണ്ടായത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.